ഒടുവിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. 2000-ഓളം പലസ്തീൻ ബന്ദികളുടെ മോചനം ആരംഭിച്ചു. സമാധാനത്തിനായി ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിൽ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാർലമെന്റിനെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഖിലാക്ഷൻ ചേരുന്നുണ്ട്. അഖില, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക സമാധാനത്തിൻ്റെ ഒരു ഉദാഹരണമായി തന്നെ ഇതിനെ കാണാൻ കഴിയും. ഇതിന് മേൽനോട്ടം വഹിച്ചത് ട്രംപ് എന്ന തരത്തിൽ തന്നെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നത്. ഏതൊക്കെ രാഷ്ട്രത്തലവന്മാർ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു? രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഗാസ സമാധാനത്തിലേക്ക് വരികയാണ്. ഇസ്രയേലും ഗാസയിലും സമാധാനം പുലരുന്നു എന്നുള്ളത് തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഒരു പശ്ചിമേഷ്യ ശാന്തമാകുന്നു എന്നതിൻ്റെ വലിയ തെളിവാണത്. അതായത് വെടിനിർത്തലിന് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അന്ന് തീരുമാനിച്ചതുപോലെ തന്നെ ബന്ദികളെ കൈമാറുന്ന കാര്യത്തിൽ കൃത്യമായ നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ 20 ബന്ദികളെ ഹമാസ് വിട്ടയച്ചു എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന വാർത്തയാണ്. 20 ബന്ദികളെ വിട്ടയക്കുമെന്നുള്ളത്. ആദ്യം 7 പേരെയും പിന്നീട് 13 പേരെയും വിട്ടയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ വികാരാധീനമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിലെ ആളുകൾ കടന്നു പോകുന്നത്. ടെല്ലവീവിലടക്കം ബന്ധുക്കളെയും ഉറ്റവരെയും കാത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. അത്ര സന്തോഷത്തോടെയാണ് ഇവരുടെ വരവിനെ ആളുകൾ കണ്ടത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇസ്രയേലും നേരത്തെ 250 പലസ്തീൻ തടവുകാരെ പലസ്തീൻകാരെ ഇസ്രയേൽ ജയിലിലാക്കിയിരുന്നു. അവരെ മോചിപ്പിക്കുന്നു. ഒപ്പം 1700 പേരെ തടവിൽ പാർപ്പിച്ചിരുന്ന 1700 പേർ, അതായത് ഏകദേശം 2000-ഓളം പേർ പോവുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള ആദ്യ സംഘം എല്ലാവരെയും ഒരുമിച്ചല്ല വിടുന്നത്. ആദ്യ സംഘം ഇപ്പോൾ ഏകദേശം രാമല്ല മേഖലയിലേക്ക് എത്തുകയാണ്. അവർ അങ്ങനെ ആ ഒരു തരത്തിൽ സമാധാനത്തിൻ്റെ വഴിയിൽ, അതായത് നേരത്തെ തീരുമാനിച്ച ഉടമ്പടി പ്രകാരമുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഉടമ്പടിയിൽ ഇനിയും നിരവധി കാര്യങ്ങൾ വരാനുണ്ട്. അതൊക്കെ ഇനി എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. നേരത്തെ തന്നെ രാവിലെ വലിയ സ്വീകരണം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇസ്രയേൽ നൽകിയിരുന്നു. ചുവപ്പ് പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കുന്നു. ബെന്യാമിൻ നെതന്യാഹു നേരിട്ടെത്തി സ്വീകരിക്കുന്നു. അത്ര വലിയ വരവേൽപ്പാണ് ഈ ഒരു, അതായത് സമാധാന വഴിയിലേക്ക് നീങ്ങാൻ ഉണ്ടായ ഒരു കാരണം എന്നുള്ള തരത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് കൊണ്ട് തന്നെ ഇസ്രയേൽ സ്വീകരിച്ചത്. ഇപ്പോൾ ഇസ്രയേൽ പാർലമെന്റ് നെസ്സിനെ ട്രംപ് അഭിസംബോധന ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഈ ഇസ്രയേൽ പാർലമെന്റിൽ ബെന്യാമിൻ നെതന്യാഹു ആദ്യം പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ തന്നെ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു സംസാരം തുടങ്ങിയത്. മാത്രമല്ല, ഒരുമിച്ച് സമാധാനം പുലർത്താൻ ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നുകൂടി നെതന്യാഹു പറഞ്ഞു വയ്ക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ട്രംപ് പാർലമെന്റിൽ സംസാരിക്കുകയാണ്. ഒരു ചരിത്രപരമായ നിമിഷമാണിത്. അതായത് ഒരു മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ ഈ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഒപ്പം തന്നെ എക്സെപ്ഷണൽ കറേജ്, മാൻ ഓഫ് എക്സെപ്ഷണൽ കറേജ് എന്നാണ് നെതന്യാഹു ട്രംപിനെ നേരത്തെ വിശേഷിപ്പിച്ചത്. അതിനുള്ള നന്ദിയൊക്കെ കൂടി പറയുകയാണ് ഈ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ട്രംപ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നെതന്യാഹു പാർലമെന്റിനെ അഭിസംബോധന ചെയ്തപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോകണം, അതായത് സമാധാനം പുലരുക എന്നുള്ളതാണ് വളരെ പ്രധാനം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ആ ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ രാജേഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈജിപ്തിലെ കെയ്റോയിലാണ് ഈ ഗാസ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പോകുന്നത്. ഈ പാർലമെന്റിലെ അഭിസംബോധനയ്ക്ക് ശേഷമായിരിക്കും ട്രംപ് അടക്കമുള്ളവർ ഈജിപ്തിലേക്ക് പോവുക. ഒപ്പം തന്നെ 20 ലോക നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുക്കും. പക്ഷേ നെതന്യാഹു പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നെതന്യാഹു പങ്കെടുക്കില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. എങ്കിൽ കൂടി ഇനിയും അടുത്ത മണിക്കൂറുകളിൽ ഒരുപക്ഷെ ട്രംപിനൊപ്പം നെതന്യാഹുവും ഈജിപ്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. അങ്ങനെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തിൻ്റെ പൊൻകിരണം ശരിക്കും ഉണ്ടാവുകയാണ് എന്ന് പറയുന്നു. പശ്ചിമേഷ്യ ശാന്തമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ. ഒപ്പം ഈ നഷ്ടപ്പെട്ടു പോയി, അതായത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ പലരും മടങ്ങിയെത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 48 പേരാണ് ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്നത് ഇസ്രായേലിലെ. അതിൽ 20 പേരാണ് ജീവനോടെ ഉള്ളത് എന്നുള്ള വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ആ 20 പേരെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. ബാക്കി 28 പേരുടെ കാര്യത്തിൽ, അതായത് അവരുടെ അവശിഷ്ടങ്ങളെങ്കിലും ഇസ്രായേലിൽ എത്തിക്കണം, അതിനുവേണ്ടിയുള്ള നടപടികൾ വേണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ വക്താവ് വ്യക്തമാക്കിയിരുന്നതാണ്. അത്തരത്തിൽ ഫോറൻസിക് പരിശോധന അടക്കം നടത്തുന്ന തരത്തിലേക്ക് ശവപ്പെട്ടിയിലടക്കം അവരെ എത്തിക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. ആ നടപടികളൊക്കെ ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഏതായാലും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ സമാധാന ഉടമ്പടി പ്രകാരം 20 ഇന കാര്യങ്ങളാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അതിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബന്ദി കൈമാറ്റം. ആ ബന്ദി
കൈമാറ്റത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നു എന്നത് മാത്രമല്ല, ബന്ദികളെ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. റെഡ് ക്രോസിനാണ് ആദ്യം ബന്ദികളെ, ഇസ്രായേലിലെ റെഡ് ക്രോസ് എന്ന സംഘടനയ്ക്കാണ് ബന്ദികളെ കൈമാറിയത്. റെഡ് ക്രോസ് സ്വീകരിച്ച ബന്ദികളെ പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ ശേഷമാണ് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇസ്രായേലി സൈനിക ക്യാമ്പിലേക്ക് എത്തിച്ച ഇവരുമായി പലരുടെയും ബന്ധുക്കൾക്ക് കാണാൻ കഴിഞ്ഞു. അവിടെയാണ് വികാരാധീനമായ ചില രംഗങ്ങൾക്കും നമ്മൾ യഥാർത്ഥത്തിൽ ലോകം സാക്ഷിയായത്. ഇനി അടുത്ത മണിക്കൂറുകളിൽ മറ്റ് പലരും ഇത്തരത്തിൽ ബന്ധുക്കളുമായി കാണുന്നതുമായിട്ടുള്ള തരത്തിലുള്ള വീഡിയോകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒപ്പം ഈ 1700 തടവിലാക്കപ്പെട്ട 1700 പേർ, ഒപ്പം ജയിലിൽ ഇസ്രായേലി ജയിലിൽ കഴിയുന്ന 250 പലസ്തീൻകാരടക്കം 2000-ഓളം പേരെ തിരിച്ചും കൈമാറുന്നുണ്ട്. ആ ഘട്ടത്തിൽ കുറേ പേർ ഇപ്പോൾ ബസ്സുകളിൽ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ബസ്സുകളിൽ അവരെ അയക്കുകയാണ് തിരിച്ച്. അതിൽ കുറേ വളരെ സന്തോഷത്തോടെ ആ ബസ്സുകളിൽ അവർ മടങ്ങിയെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പലസ്തീനിൽ നിന്നും അതായത് പലായനം ചെയ്ത പലരും 5 ലക്ഷത്തിലധികം പേർ പലസ്തീനിലേക്ക് മടങ്ങിയെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിലെ ആ ഒരു ശാന്തത ഉണ്ടാകുന്നത് മുന്നോട്ടുള്ള പോക്കിന് വളരെ ചരിത്രപരമായ ഒരു തീരുമാനം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നടക്കാൻ പോകുന്ന ഉച്ചകോടി ഗാസ സമാധാന ഉച്ചകോടി പോലും ചരിത്രപരമായ ഒന്നായി മാറുകയാണ്. കാരണം ഇത്തരത്തിൽ ഇനി ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളിൽ വ്യക്തത ഈ ഉച്ചകോടി വരുത്തും. അതോടുകൂടി ഇത്തരം അതായത് സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും ലോക നേതാക്കളൊക്കെ ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത് സാക്ഷ്യം വഹിക്കാൻ ഇരിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും ഇനി അവിടെ ഉച്ചകോടിയിൽ ഉയർന്നു വരുന്ന മറ്റു കാര്യങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലി പാർലമെന്റ് നെസ്റ്റിനെ അഭിസംബോധന ചെയ്യുകയാണ്. നേരത്തെ നെതന്യാഹു നെസ്റ്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം ഈജിപ്തിലെ കെയ്റോയിലേക്ക്, അതായത് ഗാസ സമാധാന ഉച്ചകോടി നടക്കുന്ന ഈജിപ്തിലെ കെയ്റോയിലേക്ക് പോവുക. അഖിലയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.